അഞ്ച് സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് PMP സൂപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അതായത് ഒരു 3-4 മാസം മുമ്പ് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഒരു അടവിന് ചേർന്നായിരുന്നു. അതായത് നമ്മുടെ ഓണക്കിറ്റിൻ്റെ. അപ്പോൾ ഒരു 6500 രൂപയോളം അതിൽ അടച്ച് തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചേരുന്ന സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു ഇതിൻ്റെ ആവശ്യം എന്താണ്, ഈ പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് എന്നൊക്കെ. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ ആ ഗുണം നമുക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഗഡുക്കളായിട്ട് മേടിക്കാൻ കഴിയും കേട്ടോ. ഈ കാർഡ് വെച്ചിട്ട് തന്നെ ഒരു നിർത്ത് നമ്മൾ മേടിച്ചു. അപ്പോൾ രണ്ടാമത്തെ നിർത്ത് നമ്മുടെ വീട്ടിലെ അരിയും അതുപോലെ തന്നെ അത്യാവശ്യം പാത്രം കഴുകുന്ന ലോഷനും അതുപോലെ തന്നെ തുണി കഴുകുന്ന ലോഷനെല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അതെല്ലാം ഒന്ന് മേടിക്കാൻ കരുതി നേരെ വന്നു. പിന്നെ ഇവിടുന്ന് സാധനങ്ങൾ എടുക്കുമ്പോൾ കൃത്യം വില, എല്ലാത്തിനും പല വിലയാണല്ലോ. അതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് കേട്ടോ ഞങ്ങൾ എടുക്കുന്നത്. അങ്ങനെ ഒരു ലോഷൻ മേടിച്ചതിന് ശേഷം എണ്ണ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ 1 ലിറ്റർ വെളിച്ചെണ്ണയെല്ലാം മേടിച്ചു. അതിനുശേഷം മക്കൾക്ക് നെയ്യ് വേണമെന്ന് പറഞ്ഞു കേട്ടോ, ചോറി ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നെയ്യും കൂടി മേടിച്ചു. പിന്നെ ഈ അവസരത്തിലാണ് ഞാൻ എൻ്റെ മക്കളുടെ നല്ല സ്വഭാവം മനസ്സിലാക്കിയത്. അനാവശ്യമായ ഒരു സാധനം അവരവിടെ നിന്ന് എടുക്കുകയോ അതുപോലെ തന്നെ വേണമെന്ന് വാശി പിടിക്കുകയോ ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ 2 പാക്കറ്റ് ബിസ്ക്കറ്റ് മാത്രം അവർക്ക് മേടിച്ചു കൊടുത്തു. അത് മതിയെന്ന് അവർ പറയുകയും ചെയ്തു കേട്ടോ. പിന്നെ അത്യാവശ്യപ്പെട്ട അരിയും സാധനങ്ങളെല്ലാം മേടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ട്രോളി അങ്ങോട്ട് നീങ്ങുന്നില്ലായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അത് ഉന്തിക്കയറ്റി ബില്ലിംഗ് സെക്ഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് വീട്ടിലെ ചൂല് നല്ലപോലെ കേടുവന്ന കാര്യം ഓർമ്മ വന്നത് കേട്ടോ. എന്നാൽ പിന്നെ ചൂലും കൂടി അങ്ങ് മേടിച്ചേക്കാമെന്ന് കരുതി. എന്താണെന്നറിയില്ല, ഈ 3 മാസത്തിനിടയിൽ 2-3 ചൂല് മാറ്റി എല്ലാത്തിൻ്റെയും പുല്ല് ഇങ്ങനെ പറഞ്ഞു പോകുന്ന രീതിയിലാണ് കേട്ടോ. എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ഒരു ചൂലും കൂടി ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്ന് കണ്ട് തന്നെ അറിയണം കേട്ടോ. രാത്രി ആയതുകൊണ്ട് തന്നെ അധികം സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് നമുക്ക് നല്ല സൗകര്യമായിരുന്നു കേട്ടോ. ഓരോന്നിൻ്റെയും വില എഴുതി വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ എല്ലാം നോക്കി മാത്രമാണ് കേട്ടോ നമ്മളെടുത്തത്. അനാവശ്യമായ ഒരു സാധനവും എടുക്കാൻ വേണ്ടി പോയിട്ടില്ല. അങ്ങനെ ബില്ലെല്ലാം അടിച്ചിറങ്ങി കഴിഞ്ഞപ്പോൾ നല്ല മഴ. അങ്ങനെ കാറ് കുറച്ച് അപ്പുറത്തായതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് അരിയും എടുത്ത് കാറിലേക്ക് വെക്കാൻ പോയി. അപ്പം ഞങ്ങൾ പുറകെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കാറിൻ്റെ അടുത്തേക്ക് പോയിട്ടോ. നല്ല മഴയായിരുന്നു. മക്കളും ഞാനും കൂടി സാധനങ്ങളെല്ലാം കാറിലേക്ക് എടുത്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ മോള് നന്നായി മഴ നനയായിരുന്നു കേട്ടോ. കിട്ടിയ അവസരം അവരും മുതലാക്കണ്ടല്ലോ. മഴയത്ത് കിടന്ന് ഒരേ ഡാൻസ് ആയിരുന്നു. പിന്നെ വേഗം വണ്ടിയിലേക്ക് കയറി. ചില സമയത്ത് മാത്രം എൻ്റെ മക്കൾ നല്ല അടക്കം ഒതുക്കത്തോടെ ഇരിക്കും കേട്ടോ. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് മക്കളെയും കൂട്ടി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിക്കാൻ പോകുന്നതാണ് കേട്ടോ. അതാവുമ്പോൾ കാറിലൊരു യാത്രയാവും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് വീട്ടിൽ ചോറില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നത്. എന്നാൽ പിന്നെ അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് മേടിക്കാമെന്ന് കരുതി ഞങ്ങൾ നേരെ പോയി ഒരു ബിരിയാണിയും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് എല്ലാം മേടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.